As a follow-up to that, based on what you have seen here, based on what you have lived and experienced, what is that one thing that you would like to see improve in the community which you think can make a big difference when it comes to the youngsters? I think that the community should be focused on the youngsters. I think there should be activities, there should be programs, there should be outings, even the programs that we have, the cultural programs and things that we have should be focused on youngsters. Youngsters should be given the responsibility to run those programs, do what they want, to bring out the best in all of us. I think that's what I see. Okay. Now the next question to other parents. And this gets more specific, and that is, as a parent, how can you contribute to the development of the children in the community? In short, how can you be role models to them? Role model we can be how we are performing our own activities of the Knanaya society and community and church going by ourselves, and encourage our own kids and those who come in our contact to follow the Knanaya customs and traditions. That is the only way we can. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ കുട്ടികൾക്ക് കുറച്ചും കൂടിയൊക്കെ ചാൻസസ് ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് തന്നെ ഒരു റോൾ മോഡലാക്കി നമ്മൾ പറഞ്ഞു കൊടുക്കുക. നമ്മൾ പേരൻസ് കുറച്ചും കൂടെ മുന്നോട്ട് വന്ന് ഓരോ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുകയും നമ്മളത് കോർഡിനേറ്റ് ചെയ്യുകയും അതിനുവേണ്ടി കുറച്ചും കൂടി താല്പര്യം എടുത്ത് മുന്നോട്ട് ഇറങ്ങണം. അതുപോലെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ഇപ്പൊ സെമിനാർ നമ്മൾ ചെറുപ്പത്തിലായിരുന്നപ്പോൾ നമ്മൾ ഓരോ ക്യാമ്പ് സെമിനാർ ഓരോന്നിൽ അറ്റൻഡ് ചെയ്യുന്നു. അതിനൊക്കെ ഒരുപാട് അറിയാവുന്ന ആൾക്കാർ വന്ന് പിള്ളേർക്ക് ദൈവത്തിനെ പറ്റിയും അല്ലാതെ ഔഷധ കാര്യങ്ങളെ പറ്റിയും ഒക്കെ ടോപ്പിക്സിൽ ക്ലാസ് ഒക്കെ കൊടുത്താൽ നല്ലതായിരിക്കും എന്ന് പറയുന്നത്. അതുപോലെ പേരൻസ് കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് മുന്നോട്ട് വരുന്നതാണ് എൻ്റെ അഭിപ്രായം. വളർത്തുക എന്നതിനെങ്കിലും കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് കുറെ കൂടെ റെസ്പോൺസിബിലിറ്റി ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ ഒരു അമ്മയായിരിക്കണമെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ലെസ്ബിയൻ പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്നു, ആണാണിനെ കല്യാണം കഴിക്കുന്നു, പിന്നെ ഒരുപാട് പിള്ളേർ കല്യാണം കഴിക്കാതെ നിൽക്കുന്നു. അങ്ങനത്തെ ഒരു ഇതും കൂടെയുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഓവറോൾ ഫസ്റ്റ് ഓഫ് ഓൾ റോൾ മോഡലായിരിക്കുക, പിന്നെ ഒരു നല്ല കുടുംബാന്തരീക്ഷത്തിൽ വളർത്തുക, അവർക്ക് മനസ്സിലാകുക ഒരു അമ്മയും അപ്പൻ ഒരു കുടുംബം അതിന്റെ ആവശ്യകതയാണ്, ഒരു ഭാര്യ ഭർത്താവ് എന്തിനാ ഓരോ അതാണ് എനിക്ക് തോന്നുന്നത്. റോൾ മോഡൽ ആകാന്ന് പറയുമ്പോൾ എൻ്റെ കൺസെപ്റ്റില് if you live and die as a Knanaya, that's the big role model you can show to them. പിന്നെ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ 2 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് യെസ് എന്ന് ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അവരുടെ മുമ്പിൽ റോൾ മോഡലാണ്. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് എവർ യു ആർ ഡൂയിങ് ഈസ് ദാറ്റ് മേക്ക് എനി കൺസ്ട്രക്റ്റീവ് ചേഞ്ച് ഇൻ ദ സൊസൈറ്റി ഓർ കമ്മ്യൂണിറ്റി യു ലീവ്. അതിന് യെസ് എന്ന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ യു ആർ എ റോൾ മോഡൽ ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈസ് യുവർ ലൈഫ് മെയ്ഡ് എനി ഡിഫറൻസ് അറൗണ്ട് ദ പീപ്പിൾ യു ലീവ്? ആ ക്വസ്റ്റ്യനും യെസ് എന്നാണ് നിങ്ങളുടെ ഉത്തരവെങ്കിൽ യു ആർ എ റോൾ മോഡൽ ടു. ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ യു ആർ എ റോൾ മോഡൽ ടു. പിന്നെ ജ്ഞാനായ എന്ന് പറയുന്നത് അവർക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ വി ഹാവ് ടു ടേക്ക് ദം to the functions, we have to teach them, and we have to develop curiosity in them about Knanaism. That's the only way we can develop Knanaism in them. എനിക്ക് 4 കാര്യങ്ങൾ മാത്രമേ സെന്റൻസ് പറയാനുള്ളൂ. ഒന്ന്, വിശ്വാസത്തിലെ വളർത്തുക മക്കളെ. കാരണം ഈ ലെസ്ബിയൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രശ്നങ്ങളെയും കാരണം വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. ഒരു വിശ്വാസം ഉണ്ടാകും, ഫെയ്ത്ത് റിലേറ്റഡ് ലൈഫ് ഫ്ലോ കൊടുക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവർക്ക് നല്ല പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് കൊടുക്കുക. നിങ്ങൾക്ക് എനിക്ക് 2 മക്കളുണ്ട്, 2 പിള്ളേരെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹാവ് ടു ഡു ദാറ്റ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം കൊടുക്കുക.
മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ മക്കളെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് ജീവിക്കുക, ഞാൻ നല്ല കാര്യങ്ങൾ പറയുക, ഞാൻ നല്ല വണ്ണം സൊസൈറ്റിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പെരുമാറുക. ലാസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഒറ്റ കാര്യം കൊണ്ട് ഇത് അവസാനിപ്പിക്കാം. എൻ്റെ അപ്പനും എൻ്റെ മക്കൾക്ക് എൻ്റെ അപ്പൻ ചെയ്യുന്നത് എൻ്റെ രണ്ട് മക്കൾക്ക് പറയാം, ഓ ഹി ഈസ് ഡൂയിങ് ഗുഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ഫീലും ആകും. So, youngsters, what are your expectations from the parents and elders in the community? They describe what they could do, but specifically when it comes down to you, are there specific things that you look forward to? Like, are there certain things that are not being met in terms of your psychological needs that you think, if given a chance and if it works, will make a world of difference to your life as individuals? Like the parents said, kids, we tend to follow like the parents, what they do, we do. So, Is there something specific that you would like to say that could be done as a community, like some kind of individual need that you feel can be specifically done for you to be motivated to be part of the community, more active with the community? I think we should be given more privilege to learn about our culture and to be like leading some stuff that should be taught by parents. Okay. So in short, like you would like to be leaders in terms of disseminating the right example to youngsters, to kids, and also get more friends in the process. Because I remember you saying that right now, or was it you, Tarun, who said that you don't have a good circle of friends within the community. You would like to have more friends, welcome more friends in the community, right? എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പേരൻസിന് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂ വ്യത്യാസമാണ്. അപ്പോൾ നമ്മുടെ ജ്ഞാനായ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് എന്താണ് തെറ്റ്, എന്താണ് കറക്റ്റ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഞങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾ ഷിക്കാഗോ പോവാണല്ലോ അല്ലെങ്കിൽ ഹ്യൂസ്റ്റണിൽ പോവാം, അവിടുത്തെ ജ്ഞാനായ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒത്തിരി ലാക്ക് ചെയ്യുന്ന പോലെ തോന്നുന്നത്. നമുക്ക് എന്തെങ്കിലും ക്ലാസ്സസ് അല്ലെങ്കിൽ ജ്ഞാനത്തിനെ കുറിച്ച് തന്നെ കൂടുതൽ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ പഠിക്കല്ല ഒരു നല്ല ജ്ഞാനായ ആയിട്ടുള്ള ജീവിതം എങ്ങനെ ലീഡ് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഞാൻ അപ്പയുടെ അമ്മയുടെ നേരത്തെ പറഞ്ഞത് ഞാൻ വീട്ടിൽ കരഞ്ഞത് പോലുണ്ട്. ഞാൻ ഇങ്ങനെ പുറത്തു പോകുമ്പോഴത്തേക്കും KC വയലിന്റെ പ്രസിഡന്റ് ആണ്. ഞങ്ങൾ ഹ്യൂസ്റ്റണിൽ പോയപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഓ ബിജോയുടെ മോളാണോ, ബിജോ KC വയലിന്റെ പ്രസിഡന്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഞങ്ങൾക്ക് അത് മിസ്സായി പോവാണല്ലോ. ഞങ്ങൾക്ക് ഇവിടെ KC വയൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ യൂത്ത് ഫോർമേഷൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നിച്ചു കൂടാൻ പറ്റുന്ന ഒരു ചാൻസ് ഇല്ല. കാര്യം പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് കാണുന്ന 3 യൂത്ത് ആണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക് ടീനേജർ എന്ന് പറഞ്ഞപ്പോൾ അഡൾട്ടാണ്. ഞാനും തരുണും കുക്കുമാണ് 3 ദിവസം എവിടെ പോയാലും ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഞങ്ങൾക്കൊരു യൂത്തിന്റെ ഒരു സൊസൈറ്റി അങ്ങനെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം 3 പേരെ സ്ഥിരം വരുന്നുള്ളൂ. പക്ഷെ വരുന്നവരെ പോലും കൂട്ടി ഒരു സൊസൈറ്റി കാരണം എനിക്ക് ഒത്തിരി വർഷം തോന്നുന്നുണ്ട് അപ്പായും അമ്മയും പണ്ടത്തെ കാര്യങ്ങളോ, ഓ എടി ഞാൻ പണ്ട് KC വയലായിരുന്നു ഇങ്ങനെ ചെയ്തായിരുന്നു, അല്ലെങ്കിൽ അവിടെ പോയപ്പോ ഇങ്ങനെ ഭയങ്കര രസമായിരുന്നു. അല്ലെങ്കിൽ നാട്ടിൽ വിളിക്കുമ്പോൾ ഞങ്ങളുടെ കസിൻ പറയും, ഓ ഞാൻ KC വയലിന്റെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു ഭയങ്കര രസമായിരുന്നു, അവിടെ പോയി ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു. ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാതെ പോകുന്നതിലുള്ള ഭയങ്കര ഒരു വിഷമമുണ്ട്. അതൊരു ഭയങ്കര ലാക്കിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. I think kids should be brought up in a spiritual background. പിന്നെ ഡൽഹിയിലൊക്കെ എല്ലാ വർഷം at least once in a year big scale like huge high-fi scale ഇവര് പിള്ളേരെ ഉൾപ്പെടുത്തി കൾച്ചറൽ പ്രോഗ്രാംസ് വെക്കും. ആൻഡ് സീരിയസ്ലി ടോക്കിംഗ് ആ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഞാനും പോവായിരുന്നു. ഞങ്ങളും അവിടെ ഒത്തിരി കൾച്ചറൽ പ്രോഗ്രാംസ് എല്ലാം ചെയ്തിട്ടുമുണ്ട്. സോ even if people don't know each other, ആ ഒരു ദിവസം മതി to actually know each other and to have some fun and chit chatting. So ഇവിടെയും we have like a lot of like youth
യൂത്തിന് ഒത്തിരി പേരുണ്ട്. പിന്നെ ഈ പോളിറ്റിക്സ് ഒക്കെ അതും ഇതും പറഞ്ഞ് പിള്ളേരെ മാറ്റി നിർത്താനാണെങ്കിൽ അത് വേറെ കാര്യം. Yeah, but it's just an example because kids are not coming forward. Like they want to, പക്ഷേ there is some kind of fear in them. They just don't want to come forward and they just don't want to mingle. So എല്ലാവരും വരുവാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പിന്നെ it's up to the parents. I mean how they instruct their kids. I really don't have anything to add to that. So. എനിക്ക് തോന്നുന്നത് ഇവിടെ നെറ്റ്വർക്കിങ്ങിന്റെ വളരെ അത്യാവശ്യമാണ്. കാരണം ഇപ്പൊ ഇവിടെ എല്ലാവർക്കും ഫേസ്ബുക്ക് ഉണ്ട്, അതുണ്ട്. സോ പിള്ളേരിൽ തന്നെ ഇപ്പൊ എനിക്ക് ഫേസ്ബുക്ക് ഉണ്ട്, ഇവിടെയുള്ള എല്ലാവർക്കും തന്നെ ഉണ്ട്. അപ്പം എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അത് പോസ്റ്റ് ചെയ്യും, എല്ലാവരും അതിന് റിപ്ലൈ ചെയ്ത് എല്ലാവർക്കും ആൻസർ കിട്ടും. സോ ഇപ്പം ഇവര് പറഞ്ഞ പോലെ ഇവരുടെ പ്രായത്തിലുള്ള വേറെ ആരുമില്ല. സോ ഇവരും ഫേസ്ബുക്കിലൊക്കെ ആയിരിക്കും അവർക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ. പക്ഷെ അതുപോലെ ക്നാനാക്കാരോ അങ്ങനെയൊന്നും നോക്കിയല്ല, അവര് ജസ്റ്റ് മിങ്കിൾ ചെയ്യും. സോ അവർ കൂടുതൽ അങ്ങോട്ട് മിങ്കിളായി പോവാ, വേറെ കമ്മ്യൂണിറ്റിയോ അതിപ്പോ അവരറിയുന്നില്ല. സോ എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് ഒരു നല്ലൊരു നെറ്റ്വർക്കിംഗ് രീതിയിലുള്ള ഒരു കമ്മ്യൂണിറ്റിയായിട്ട് നമ്മൾ മാറുവാണെങ്കിൽ, അതായത് ഇപ്പൊ ഹ്യൂസ്റ്റൺ, ഷിക്കാഗോ ഇവിടുത്തെ ക്നാനായ കമ്മ്യൂണിറ്റിയൊക്കെ ആണ് നമുക്കൊരു നല്ല നെറ്റ്വർക്കിംഗ് ഉണ്ടെങ്കിൽ അതെല്ലാവർക്കും നല്ലതായിരിക്കും.